നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്ന ആ സമയം തൊട്ട് വാലിഡ് ആകുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്, ഈ ഒരു റീഡിങ്ങിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടേക്ക്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. കിങ് ഓഫ് വാൻഡ്സ്, 7 ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് കപ്സ്, ദ ടെമ്പറൻസ്, ദ സ്റ്റാർ കാർഡ്, നൈറ്റ് ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ മൂൺ കാർഡാണ്. നമുക്ക് റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് അത്രയ്ക്കൊരു ഉറപ്പില്ലാത്ത രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ രണ്ടുപേരും നോക്കിക്കാണുന്നത്. കാരണം കുറച്ച് ദിവസമായി നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ. യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായതിനു ശേഷം നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി കുറേ തവണ ഒരു അറ്റംപ്റ്റ് നടത്തി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും നിങ്ങളെ ഒന്ന് കോൾ ചെയ്യുവാനും ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ സ്വന്തം നമ്പറിൽ നിന്നല്ല നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ശ്രമിച്ചതിന് ശേഷം പിന്നെ ആ വ്യക്തി അത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. നിങ്ങളെ കോണ്ടാക്റ്റ് ആ ഒരു ടൈമിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തതിന് ശേഷം ഈ വ്യക്തി അത് വേണ്ട എന്ന് വെക്കാൻ ഉള്ള റീസൺ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിക്ക് തന്നെ സ്വയം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആ വ്യക്തിക്ക് മനസ്സിലാവാനും നിങ്ങളെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്നും ഇതുപോലെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും കൂടി വേണ്ടിയിട്ടാണ്. അവരുടെ വില നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ വില അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാലവും നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി അധിക കാലം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുകയില്ല എന്നതാണ്. കാരണം നിങ്ങൾ ഇല്ലാത്ത ഒരു ലൈഫ് ആ വ്യക്തിക്ക് കുറേ വേദനകൾ മാത്രം സമ്മാനിച്ച ദിവസങ്ങളായിരുന്നു. നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ആ കുറേ ദിവസങ്ങൾ, ഇപ്പോഴും നിങ്ങളുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ വിഷമങ്ങളും ഒരു ഫ്രസ്ട്രേഷനും ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കാൻ ആ വ്യക്തി ഉടനെ തന്നെ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് ഉറപ്പ് നൽകുന്നത്. ഇതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അറിയാവുന്ന കുറച്ച് പേരോടും നിങ്ങളെപ്പറ്റി തിരക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ സുഖവിവരങ്ങളും നിങ്ങൾ സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചതിന് പക്ഷേ ഈ തിരക്കി നിങ്ങൾ ഏത് വ്യക്തികളോടാണോ ഇവർ തിരക്കിയത് അവർ പറഞ്ഞത് നിങ്ങളിപ്പോൾ നല്ല സന്തോഷത്തിലുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആ ഒരു സമയം ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു. അതായത് ആ വ്യക്തി ഇല്ലാത്ത ലൈഫ് നിങ്ങൾക്ക് സന്തോഷകരമാണോ എന്നൊക്കെ ഓർത്തുള്ള ഒരു ചിന്തയിലായിരുന്നു ആ വ്യക്തി കഴിഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ സന്തോഷത്തിലാണ് എന്നറിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് നല്ലൊരു മനസ്സിനൊരു സമാധാനം കിട്ടിയെങ്കിലും ആ വ്യക്തി ആലോചിച്ചത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിന്നപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ വ്യക്തി പോയതിൻ്റെ സന്തോഷമാണോ നിങ്ങൾക്ക് എന്ന് പോലും ആ വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞു. യൂണിവേഴ്സ് പറയുന്നത് താമസിക്കാതെ തന്നെ നിങ്ങളെ ഈ വ്യക്തി കോണ്ടാക്ട് ചെയ്യും. മെസ്സേജ് അയക്കുകയോ ഒന്ന് കോൾ ചെയ്യുകയോ ഈ വ്യക്തി ഉറപ്പായിട്ടും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ഈ വ്യക്തി വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ സന്തോഷകരമായ പുതിയൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് ഇനി വരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് യൂണിവേഴ്സ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്.
ആ വ്യക്തി വരുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി ഇനി വഴക്ക്, അതായത് എത്രത്തോളം വഴക്കുണ്ടായാലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഈ ഒരു തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ആ വ്യക്തിയാണ് നിങ്ങളെ കോൾ ചെയ്യുന്നതെന്നും മെസ്സേജ് അയക്കുന്നതെന്നും മനസ്സിലായി കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കണം എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം അവരുടെ അടുത്ത് ഇത്രയും കാലം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ വ്യക്തിയെടുത്ത് ദേഷ്യം കാണിക്കരുത് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്കും ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ വ്യക്തി കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം നിങ്ങളെ. ഇത് ആ വ്യക്തി ചെയ്യാനുണ്ടായ കാരണം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി ഇല്ലാത്തൊരു ലൈഫ് നിങ്ങൾക്ക് എത്രത്തോളം വേദനയായിരിക്കും എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഒരിക്കലും പൂർണ്ണമായും ഉപേക്ഷിച്ച് പോയതല്ല ആ വ്യക്തി. നിങ്ങളുടെ അടുത്ത് തിരികെ മടങ്ങി വരുവാൻ വേണ്ടി തന്നെയാണ് ആ വ്യക്തി പോയത്. പക്ഷെ ആ വ്യക്തിക്ക് ഒന്ന് മനസ്സിലാകണമായിരുന്നു, അതായത് ആ വ്യക്തിക്ക് മനസ്സിലാകണമായിരുന്നു, നിങ്ങളെ മനസ്സിലാക്കി തരണമായിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് മിണ്ടാതെ ഒന്ന് ദൂരെ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകണമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചതും നിങ്ങൾ ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞതും. നിങ്ങളിനി ഏറെ നാൾ കാത്തിരിക്കേണ്ടതില്ല, നിങ്ങളിനി ആ വ്യക്തിയെ അങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളെ തിരക്കി തന്നെ നിങ്ങളുടെ അരികിലെത്തും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം സോൾവ് ആയതിന് ശേഷം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ തന്നെ മുമ്പോട്ട് പോകണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയോട് വഴക്കിടുവാണെങ്കിൽ ഈ വ്യക്തി മാക്സിമം താഴ്ന്നു തരും. സോൾവ് ചെയ്യാൻ എന്ത് തന്നെ വഴക്കാണെങ്കിലും സോൾവ് ചെയ്യാൻ ഒരു 100% എഫേർട്ട് ആ വ്യക്തി സോൾവ് ആക്കാൻ വേണ്ടി എടുക്കുമെന്ന് തന്നെയാണ് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉടനെ തന്നെ മാറാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയോ ചെയ്യും. വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളെ ഡയറക്റ്റ്ലി കാണാൻ തന്നെ വരും എന്നാണ്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ പിന്നാലെ പെട്ടെന്ന് തന്നെ വരുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഡിൽ നോക്കിയിരുന്ന് തന്നെ ഒരു അഫർമേഷൻ പറയുക. ആ അഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയേണ്ടത്: ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവുമില്ല. ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. യൂണിവേഴ്സിനോട് നന്ദി നന്ദി നന്ദി. ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറയുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഡെയിലി രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ പറയുക. 100% ഉറപ്പാണ് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് സോൾവായി നിങ്ങളുടെ അരികിൽ ഈ വ്യക്തി എത്തിയിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. 7 ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ്റെ നെക്സ്റ്റ് ബാച്ച് ഓണം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.